പെരിയ ഇരട്ടക്കൊലക്കേസിൽ CBI അന്വേഷണത്തിനെതിരെ സംസ്ഥാന സർക്കാർ പോയത് സുപ്രീം കോടതി വരെ. അതിനായി ചെലവഴിച്ചത് ലക്ഷങ്ങൾ. CPMന്റെ ജില്ലാ നേതാവ് മുതൽ പ്രാദേശിക നേതാക്കൾ വരെ പ്രതികളായ പെരിയ ഇരട്ടക്കൊലക്കേസിൽ അത്രയേറെയാണ് ഇടത് സർക്കാർ CBI അന്വേഷണത്തെ എതിർത്തത്. പക്ഷേ സുപ്രീം കോടതി വരെ അപ്പീലുമായി പോയിട്ടും പെരിയയിൽ CBI വന്നു. CPM നേതാക്കൾ പ്രതികളായി. ഒടുവിലിത 5 വർഷങ്ങൾക്കിപ്പുറം കേസിൽ വിധിയും വന്നിരിക്കുന്നു. 2019 ഫെബ്രുവരി 17 രാത്രി 7:30 മണിയോടെയാണ് കേരളത്തെ നടുക്കിയ പെരിയ ഇരട്ടക്കൊലപാതകം അരങ്ങേറിയത്. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും അതിക്രൂരമായാണ് കൊലയാളി സംഘം നടുറോഡിലിട്ട് വെട്ടിനുറുക്കിയത്. കല്യോട്ട് കൂലാങ്കര റോഡിൽ ബൈക്കിലെത്തിയ കൃപേഷിനെയും ശരത് ലാലിനെയും അക്രമി സംഘം തടഞ്ഞു നിർത്തുകയും ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. മാരകമായ വെട്ടേറ്റ് കൃപേഷ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ശരത് ലാൽ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേയും മരണത്തിന് കീഴടങ്ങി. കല്യോട്ട് നടന്നത് രാഷ്ട്രീയ കൊലപാതകമാണെന്നും പിന്നിൽ CPM ആണെന്നും സംഭവത്തിന് പിന്നാലെ കോൺഗ്രസ് UDF നേതാക്കൾ ആരോപിച്ചു. CPMനെതിരെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കനത്തു. ഇതിനിടെ കൊലപാതകം നടന്ന 2ാം ദിവസം CPM ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരൻ അറസ്റ്റിലായി. പിന്നാലെ 2ാം പ്രതിയും CPM പ്രവർത്തകനുമായ സജി ജോർജും പോലീസിന്റെ പിടിയിലായി. കല്യോട്ടെ ഇരട്ടക്കൊലയിൽ പ്രതിഷേധം കനത്തതോടെ പിണറായി സർക്കാർ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. പിന്നാലെ 5 CPM പ്രവർത്തകരും CPM ഏരിയ സെക്രട്ടറി അടക്കമുള്ളവരും കേസിൽ അറസ്റ്റിലായി. ഇതിനിടെ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പെരിയ ഇരട്ടക്കൊല പ്രധാന പ്രചരണ വിഷയമായി. ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയവർക്ക് വോട്ടില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസും UDFും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 20 സീറ്റുകളിൽ 19 നേടി UDF മിന്നും ജയം നേടി. LDF ഒരൊറ്റ സീറ്റിലൊതുങ്ങി. അതേസമയം പെരിയ ഇരട്ടക്കൊല കേസിൽ ക്രൈംബ്രാഞ്ച് സംഘം ഹോസ്ദുർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യമുയർന്നിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ശരിയായ ദിശയിലല്ല നടന്നത് എന്നും കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിലടക്കം കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നും ഇവരൊന്നും ക്രൈംബ്രാഞ്ചിന്റെ പ്രതിപ്പട്ടികയിൽ ഇല്ലെന്നും ആരോപണമുയർന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ CBI അന്വേഷണം എന്ന ആവശ്യത്തെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നഖശിഖാന്തം എതിർക്കുകയായിരുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അന്വേഷണം CBIക്ക് വിട്ടു. ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഒരുപിടി സംശയങ്ങൾ ഉന്നയിച്ചാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അന്വേഷണം CBIക്ക് വിട്ടത്. CPM നേതാവിന്റെ മൊഴി വേദവാക്യമായെടുത്താണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയത് എന്നും ഹൈക്കോടതി പരാമർശിച്ചിരുന്നു. എന്നാൽ പെരിയ ഇരട്ടക്കൊലയിൽ CBI വരുന്നതിനെ പിണറായി സർക്കാർ എതിർത്തു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. ഇതിനായി ലക്ഷങ്ങളാണ് മുടക്കിയത്. പ്രമുഖ അഭിഭാഷകരെ സർക്കാർ ഹൈക്കോടതിയിൽ എത്തിച്ചു. എന്നാൽ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളഞ്ഞു. കേസ് CBIക്ക് വിട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് അങ്ങനെ ശരിവെച്ചു. ഹൈക്കോടതിയിൽ നിന്ന് ഇരട്ടപ്രഹരമേറ്റിട്ടും പെരിയ ഇരട്ടക്കൊല കേസിൽ CBI വേണ്ടെന്ന് തന്നെയായിരുന്നു ഇടത് സർക്കാരിന്റെ നിലപാട്. CBI അന്വേഷണത്തെ എന്തു വില കൊടുത്തും എതിർക്കാൻ തന്നെയായിരുന്നു സർക്കാരിന്റെ തീരുമാനം. CBI അന്വേഷണത്തിനെതിരെ സുപ്രീം കോടതി വരെ പോകാനും സംസ്ഥാന സർക്കാർ മടിച്ചില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ 2020 സെപ്റ്റംബർ 12 സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. സർക്കാർ അന്വേഷണത്തെ എതിർത്ത് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയതോടെ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കളും സുപ്രീം കോടതിയെ സമീപിച്ചു. ഒടുവിൽ 2020 ഡിസംബർ 1 സുപ്രീം കോടതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയേറ്റു. പെരിയ ഇരട്ടക്കൊല കേസിൽ CBI അന്വേഷണത്തെ എതിർത്തുള്ള സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ സുപ്രീം കോടതി തള്ളി. കേസ് CBIക്ക് വിട്ട ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതിയും ശരിവെച്ചു. പെരിയയിൽ അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ CBI സംഘം അതിവേഗം നടപടികളുമായി മുന്നോട്ട് നീങ്ങി. CBI തിരുവനന്തപുരം യൂണിറ്റിനായിരുന്നു അന്വേഷണത്തിന്റെ ചുമതല. SP നന്ദകുമാരൻ നായരും DYSP TP അനന്തകൃഷ്ണനുമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ. അതേസമയം കേസ് ഏറ്റെടുത്തിട്ടും നേരത്തെ അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ചിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിക്കാത്തത് CBI അന്വേഷണത്തെ വൈകിപ്പിച്ചു. 7 തവണ ആവശ്യപ്പെട്ടിട്ടും ക്രൈംബ്രാഞ്ചിൽ നിന്ന് കേസ് ഡയറിയും മറ്റു രേഖകളും കൈമാറിയില്ല എന്നായിരുന്നു CBI പറഞ്ഞിരുന്നത്. ഇതോടെ ക്രൈംബ്രാഞ്ചിനെതിരെ CBI സമൻസ് പുറപ്പെടുവിക്കുന്ന അസാധാരണ സാഹചര്യവും ഉണ്ടായി. പെരിയയിൽ CBI വന്നതോടെ CPMന്റെ ജില്ലാ നേതൃത്വത്തിലേക്കും അന്വേഷണം എത്തി. CPM ഏരിയ കമ്മിറ്റി ഓഫീസിലടക്കം CBI സംഘം റെയ്ഡ് നടത്തി. മുൻ MLAയും CPM ജില്ലാ സെക്രട്ടറി അംഗവുമായ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ കേസിൽ പ്രതികളായി. ഇവരെയെല്ലാം CBI അറസ്റ്റ് ചെയ്തു. നേരത്തെ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ CPM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന A. പീതാംബരൻ ഉൾപ്പെടെ 14 പ്രതികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2021 ഡിസംബർ 3 CBI സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതികളുടെ എണ്ണം 24 ഉയർന്നു.
കേസിൽ 1000-ലധികം പേജുകളുള്ള കുറ്റപത്രമാണ് CBI സംഘം എറണാകുളം CJM കോടതിയിൽ സമർപ്പിച്ചത്. 325 സാക്ഷികളാണ് കേസിലുള്ളത്. 200-ലധികം രേഖകളും കോടതിയിൽ ഹാജരാക്കി. പീതാംബരനും ശരത്ലാലും തമ്മിലുള്ള കുടിപ്പകയാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നായിരുന്നു നേരത്തെ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. എന്നാൽ പെരിയയിൽ നടന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയും രാഷ്ട്രീയ കൊലപാതകവുമാണെന്ന് CBIയുടെ കുറ്റപത്രത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലും CITU പ്രവർത്തകരുടെ വിശ്രമ കേന്ദ്രത്തിലും ഉൾപ്പെടെ 3 വട്ടമാണ് പ്രതികൾ കൃത്യം നടത്താനായി ഗൂഢാലോചന നടത്തിയത് എന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. കേസിലെ 24 പ്രതികളിൽ 8 പേർക്ക് പിന്നീട് ജാമ്യം ലഭിച്ചു. ബാക്കി പ്രതികളെല്ലാം ജയിലിൽ തുടരുകയായിരുന്നു. പെരിയ ഇരട്ടക്കൊല കേസിലെ 1 മുതൽ 24 വരെയുള്ള പ്രതികൾ ഇവരാണ്. 1 CPM പെരിയ ലോക്കൽ കമ്മിറ്റി മുന്നംഗം എച്ചിലെടുക്കത്തെ പീതാംബരൻ, 2 സജി C ജോർജ്, 3 KM സുരേഷ്, 4 അനിൽകുമാർ, 5 ഗിജിൻ കല്യോട്ട്, 6 ശ്രീരാഗ്, 7 അശ്വിൻ, 8 സുബീഷ് വെളുത്തോളി, 9 മുരളി തുനിത്തോട്, 10 രഞ്ജിത്ത് കണ്ണോട്ട്, 11 പ്രദീപ് എച്ചിലെടുക്കം, 12 ആലക്കോട് മണി, 13 CPM പെരിയ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന N ബാലകൃഷ്ണൻ, 14 CPM ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന K മണികണ്ഠൻ, 15 CPM എച്ചിലെടുക്കം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന P രാജേഷ്, 16 സുരേന്ദ്രൻ കല്യോട്ട്, 17 ശാസ്ത മധു, 18 റജി വർഗീസ്, 19 ഹരിപ്രസാദ്, 20 മുൻ MLAയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന KV കുഞ്ഞിരാമൻ, 21 വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറിയും CPM പാക്കം ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന രാഘവൻ വെളുത്തോളി, 22 KV ഭാസ്കരൻ, 23 ഗോപൻ വെളുത്തോളി, 24 സന്ദീപ് വെളുത്തോളി. കേസിന്റെ നാൾ വഴികൾ ഇങ്ങനെയായിരുന്നു. 2019 ഫെബ്രുവരി 17 രാത്രി 7:36 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലും കൃപേഷും കൊല്ലപ്പെടുന്നു. 2019 ഫെബ്രുവരി 19 CPM ലോക്കൽ കമ്മിറ്റി അംഗം A പീതാംബരനെ അറസ്റ്റ് ചെയ്യുന്നു. 2019 ഫെബ്രുവരി 20 CPM പ്രവർത്തകൻ സജി C ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നു. 19 ഫെബ്രുവരി 21 അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുന്നു. 5 CPM പ്രവർത്തകർ കൂടി അറസ്റ്റിൽ. 2019 മെയ് 14 CPM ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും അറസ്റ്റിൽ. 2019 മെയ് 20 ക്രൈംബ്രാഞ്ച് ഹോസ്ദുർ കോടതിയിൽ കുറ്റപത്രം. 2019 ജൂലൈ 17 കേസിന്റെ വിചാരണ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുന്നു. 2019 സെപ്റ്റംബർ 30 ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അന്വേഷണം CBIക്ക് വിട്ടു. 2019 ഒക്ടോബർ 24 CBI FIR രജിസ്റ്റർ ചെയ്തു. 2019 ഒക്ടോബർ 26 അന്വേഷണം CBIക്ക് വിട്ടതിനെതിരെ സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുന്നു. 2019 ഒക്ടോബർ 29 CBIക്ക് വിട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ ഇല്ല. കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശം. 2020 ജനുവരി 8 10 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. 2020 ഓഗസ്റ്റ് 25 ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു. 2020 സെപ്റ്റംബർ 12 ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്നു. ശരത്ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കളും സുപ്രീം കോടതിയെ സമീപിക്കുന്നു. 2020 ഡിസംബർ 1 സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ തള്ളുന്നു. CBI അന്വേഷണം എന്ന ഹൈക്കോടതി വിധി സുപ്രീം കോടതിയും ശരിവച്ചു. 2021 ഡിസംബർ 3 CBI സംഘം കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസിലാകെ പ്രതികൾ 24. 2023 ഫെബ്രുവരി കേസിൽ വിചാരണ ആരംഭിച്ചു. 2024 ഡിസംബർ 23 കേസിന്റെ വിചാരണ പൂർത്തിയായി. ഡിസംബർ 28 വിധി പ്രസ്താവം.